ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉഹുദാന ലിറ്റർജിക്കൽ ക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഉഹ്റാന ലിറ്റർജിക്കൽ ക്വിസിൻ്റെ ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ പൗരസ്ത്യ ആരാധനാക്രമ ചൈതന്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നാം മനസ്സിലാക്കുകയായിരുന്നു. ഇന്നു മുതലുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ കുർബാനയിലേക്ക് നേരിട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. കുർബാനയുടെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ അർപ്പണ രീതികളെക്കുറിച്ചും അതിൻ്റെ അർത്ഥ തലങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള പഠനങ്ങളാണ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ കുർബാന പുസ്തകം കൂടി എടുത്ത് ഈ ക്ലാസ്സുകളിൽ പങ്കുചേരുന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മദ്ബഹായിൽ നിന്നും ബേമയിലേക്കുള്ള പ്രദക്ഷിണം. സിറോ മലബാർ സഭയുടെ കുർബാന ആരംഭിക്കുന്നത് മദ്ബഹായിൽ നിന്നും ബേമയിലേക്കുള്ള പ്രദക്ഷിണത്തോടു കൂടിയാണ്. ഈ പ്രദക്ഷിണം കുർബാനയിലെ ആമുഖ ശുശ്രൂഷയുടെ കേന്ദ്രബിന്ദുവാണ്. ഈ പ്രദക്ഷിണത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകാവുന്ന ഒരു ചോദ്യം, എവിടെ നിന്നാണ് ഈ പ്രദക്ഷിണം ആരംഭിക്കുന്നത്? മദ്ബഹയിൽ നിന്നും വിരി തുറന്ന് ഹൈക്കലയിലുള്ള ബേമയിലേക്കാണ് ഈ പ്രദക്ഷിണം നടത്തേണ്ടത്. മദ്ബഹ സ്വർഗത്തിൻ്റെയും ഹൈക്കല ഭൂമിയുടെയും പ്രതീകമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. മനുഷ്യരക്ഷയുടെ തുടക്കം സ്വർഗത്തിൽ നിന്നാണ്. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് സ്വർഗമാണ് മുൻകൈയെടുക്കുന്നത്. ദി ഇനീഷ്യേറ്റീവ് ഈസ് ഓൾവേസ് ഫ്രം ഗോഡ്. പൗരസ്ത്യ ദൈവശാസ്ത്രത്തിൻ്റെ സുന്ദരമായ ഒരു കാഴ്ചപ്പാടാണിത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ കുർബാനയിൽ ഈ പ്രാരംഭ പ്രദക്ഷിണം മദ്ബഹയിൽ നിന്നും ആരംഭിച്ച് ഹൈക്കലയിലേക്ക് പോകുന്നത്. ഇതാണ് നമ്മുടെ കുർബാന അർപ്പണത്തിന് യോജിച്ച ക്രമവും. കാർമ്മികനും ശുശ്രൂഷികളും എവൻഗേലിയോനും സ്ലീവായും ധൂപവും കത്തിച്ച തിരികളുമായി ആഘോഷപൂർവം നടത്തുന്ന ഈ പ്രദക്ഷിണത്തിൻ്റെ പൊതുവായ പ്രതീകാത്മകത മിശിഹായുടെ പെസഹ രഹസ്യങ്ങളുടെ തുടക്കം എന്നോണം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്കുള്ള മിശിഹായുടെ ഇറങ്ങിവരവാണ്. അതായത് മനുഷ്യാവതാരം. മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ആരംഭമായി സ്വർഗത്തിൽ നിന്നും ദൈവവചനം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ആദ്യ നൂറ്റാണ്ടുകളിൽ ഈ പ്രദക്ഷിണം ഒനീസാദ് കങ്കേയും ലാഗുമാറായും ആലപിക്കപ്പെടുമ്പോഴാണ് നടത്തിയിരുന്നതെങ്കിലും ഇന്നത്തെ കുർബാനക്രമത്തിൽ ആരംഭത്തിലാണ് ഈ പ്രദക്ഷിണം നൽകിയിരിക്കുന്നത്. രണ്ട് പ്രധാന ഡീക്കന്മാർ, അതായത് ഗബ്രിയേലും മിഖായേലും, തിരികൾ വഹിക്കുന്ന സബ് ഡീക്കന്മാർ, വിളക്കുകളും ധൂപക്കുറ്റിയും വഹിക്കുന്നവർ, സുവിശേഷ ഗ്രന്ഥവും സ്ലീവായും വഹിക്കുന്നവർ, മെത്രാൻ അഥവാ കാർമികൻ, അദ്ദേഹത്തിൻ്റെ ഇടതുവശത്തായി ആർച്ച് ഡീക്കൻ എന്ന ക്രമത്തിലാണ് പ്രദക്ഷിണം മുന്നോട്ട് പോകേണ്ടത്. ഇത് ഗബ്രിയേൽ ഹത്രായയുടെ വ്യാഖ്യാനമാണ്. അതുപോലെ തന്നെ എബ്രാഹിം ബർലീഫ, യോഹന്നാൻ ബർസോബി തുടങ്ങിയ പിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ നിന്നും ഈ ചിന്ത നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ മെത്രാൻ അഥവാ കാർമികൻ ഈശോയെ പ്രതിനിധാനം ചെയ്യുന്നു. രണ്ട് പ്രധാന ഡീക്കന്മാർ പ്രധാന മാലാഖമാരായ ഗബ്രിയേലും മിഖായേലുമാണ്. അവർ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും വക്താക്കളാണ്. അങ്ങനെ അവർ പഴയ ഉടമ്പടിയെയും പുതിയ ഉടമ്പടിയെയും ബന്ധിപ്പിക്കുന്ന കണ്ണികളായി ഈ പ്രദക്ഷിണത്തിൽ നിലകൊള്ളുന്നു. ഗബ്രിയേൽ ഹത്രായ ഇവരെ അനുഗമിക്കുന്ന മറ്റു ഡീക്കന്മാരെയും പുരോഹിതന്മാരെയും മിശിഹായെ അനുഗമിച്ച ശിഷ്യന്മാരോടാണ് ഉപമിച്ചിരിക്കുന്നത്. കുർബാന മിശിഹായിലും മിശിഹായിലൂടെയും പൂർത്തിയാക്കപ്പെട്ട രക്ഷാകര പദ്ധതിയുടെ ആഘോഷവും അനുസ്മരണവുമാണ്. അതുകൊണ്ട് തന്നെ മിശിഹാ രഹസ്യങ്ങളുടെ തുടക്കമായ മനുഷ്യാവതാരം എന്ന മഹാരഹസ്യത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുർബാന തുടങ്ങുന്നു. സ്വർഗ കവാടം തുറന്ന് മനുഷ്യാവതാരം ചെയ്ത മിശിഹായെ ആരാധനാ സമൂഹം ഈ പ്രദക്ഷിണത്തിലൂടെ ദർശിക്കുന്നു. അദൃശ്യനായ ദൈവം ദൃശ്യലോകത്ത് വെളിപ്പെടുന്നു. ഈ പ്രദക്ഷിണത്തോടനുബന്ധിച്ച് മദ്ബഹായുടെ വിരി നീങ്ങുമ്പോൾ ഇതിന് കൂടുതൽ പൂർണ്ണത കൈവരുന്നു. പ്രദക്ഷിണം സ്കാക്കോനയിലൂടെ, അതായത് പ്രവാചകന്മാർ നടന്ന വഴിയിലൂടെ കടന്നു പോകുമ്പോൾ രക്ഷാകര പദ്ധതിയുടെ പഴയ നിയമ പശ്ചാത്തലം വീണ്ടും അനുസ്മരിക്കപ്പെടുകയും അതിൻ്റെ പൂർത്തീകരണം എന്ന നിലയിൽ മിശിഹ ജെറുസലേമിൽ ആരംഭിച്ച ശുശ്രൂഷകളിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നു. ഇനി സ്ലീവായും തിരികളും ബേമയിലെ ഗാഗുൽത്തായിൽ സ്ഥാപിക്കുമ്പോൾ ഈ ചിന്തകൾക്ക് കൂടുതൽ അർത്ഥം ലഭിക്കുന്നു. ജെറുസലേമിലെ മിശിഹായുടെ പ്രവർത്തനങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് ഇരുവശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന വചന പീഠങ്ങൾ. മിശിഹാ രഹസ്യങ്ങൾ അറിയുവാനുള്ള മാർഗങ്ങളാണ് ഗാഗുൽത്തായും അതിൻ്റെ ഇരുവശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന
2 പീഠങ്ങളും. ഈ പ്രദക്ഷിണ സമയത്ത് വിരി തുറക്കുന്നത് മനുഷ്യാവതാരത്തിനായി സ്വർഗം തയ്യാറാകുന്നതിൻ്റെ സൂചനയാണ്. മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിനും പുനർനിർമ്മിതിക്കും വേണ്ടിയുള്ള മിശിഹായുടെ രഹസ്യങ്ങൾ ദൈവജനത്തിൻ്റെ മുൻപിൽ അനാവരണം ചെയ്യപ്പെടുമെന്ന് കമൻറ്റേറ്ററായ അബ്ദീശോ വ്യാഖ്യാനിക്കുന്നു. നിഗൂഢമായിരുന്ന ദൈവിക പദ്ധതികൾ ദൈവജനത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുന്ന സമയമാണിത്. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനായി സ്വർഗമിത തയ്യാറായിരിക്കുന്നു എന്ന ചിന്തയാണ് ഈ സമയം ആരാധനാ സമൂഹത്തിന് ബേമയിലെ ശുശ്രൂഷ വഴി വെളിപ്പെട്ട് കിട്ടുന്നത്. അൾത്താരയിൽ നിന്നും സ്ലീവായും ആ സ്ലീവ ധൂപത്തിൻ്റെയും തിരികളുടെയും അകമ്പടിയോടെ ബേമയിലേക്ക് സംവഹിക്കപ്പെടുമ്പോൾ പരസ്യ ജീവിതത്തിന് മുന്നോടിയായി ഈശോ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടതിൻ്റെ അനുസ്മരണമാണ് നടക്കുന്നതെന്ന് ഗബ്രിയേൽ ഹത്രായ വ്യാഖ്യാനിക്കുന്നു. ഈ പ്രദക്ഷിണത്തിൻ്റെ ഭാഗമായി തീരുന്ന ആർച്ച് ഡീക്കനും ഡീക്കന്മാരും പ്രലോഭന സമയത്ത് മരുഭൂമിയിൽ മിശിഹായിക്ക് സംരക്ഷണമൊരുക്കിയ മാലാഖമാരാണ്. ഈ പ്രദക്ഷിണത്തിനൊടുവിൽ സ്ലീവ ബേമയിലെ ഗാഗുൽത്തായി സ്ഥാപിക്കുമ്പോൾ മിശിഹായുടെ ജെറുസലേം കേന്ദ്രീകൃതമായ ശുശ്രൂഷകളെ സൂചിപ്പിക്കുന്നു. തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ പൂർത്തീകരണമെന്നോണം ശിഷ്യന്മാരോടൊപ്പം മിശിഹ ജെറൂസലേമിലേക്ക് നടത്തിയ യാത്രയും ദൈവരാജ്യ പ്രഘോഷണവുമെല്ലാം ഈ സമയം സഭ പരിചിന്തനത്തിന് വിധേയമാക്കുന്നു. ഇതിനെല്ലാം പുറമെ ഈ പ്രദക്ഷിണവും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രാർത്ഥനകളും ഗീതങ്ങളുമെല്ലാം ദൈവാരാധനയുടെ ലക്ഷ്യമായ യുവാന്ത്യോന്മുഖ ചിന്തകളും ആരാധനാ സമൂഹത്തിന് നൽകുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഈ പ്രദക്ഷിണം സ്വർഗീയ ലിറ്റർജിയും ഭൗമിക ലിറ്റർജിയും തമ്മിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പ്രദക്ഷിണത്തിൻ്റെ ശരിയായ പരികർമ്മത്തിലൂടെ മിശിഹ രഹസ്യങ്ങളുടെ ആന്തരികതയിലേക്ക് കൂടുതൽ അടുക്കുവാൻ ആരാധനാ സമൂഹത്തിന് സാധിക്കുന്നു.